മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ന്യായാധിപന്മാർ 16, 29, 30 വാക്യങ്ങൾ. The book of Judges, chapter 16, verses 29 and 30. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുന്തൂണുകളെ സാംസൺ പിടിച്ചു. വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റതിലും വെച്ചവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. നിന്ദിതരും നിരാശനുമായ സാംസൺ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണവും അമാനുഷികവുമായ ശക്തി പ്രസരമുള്ളവനായി തീർന്നു. ഒരു ഗംഭീര സൗധം തനിയെ വലിച്ച് നിലം പതിപ്പിച്ചു. 2 കണ്ണുകളും നഷ്ടപ്പെട്ട സാംസൺ ക്ഷേത്രത്തിൽ കൂടെ ഇരുന്നവരുടെ ഉല്ലാസത്തിനായി കുരങ്ങാട്ടം കളിക്കുകയായിരുന്നു. സാംസൺ മാനസികമായും ശാരീരികമായും ബലഹീനനുമായിരുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്റേതല്ലാത്ത ശക്തിയുടെ ഉടമസ്ഥനായി തീർന്ന അമാനുഷികമായ ശക്തി തനിക്ക് ലഭിച്ചു. ഏക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ സാംസൺ ബലവാനായി തീർന്നു. ഒരിക്കൽ ഒരു ട്രക്കിനിടയിൽപ്പെട്ട കുഞ്ഞിനെ രക്ഷിക്കുവാൻ അമ്മ തനിയെ 2 ടൺ ഭാരമുള്ള ട്രക്ക് ഉയർത്തിയതായും ലണ്ടനിൽ ഒരിടത്ത് 35 കിലോഗ്രാം മാത്രമുള്ള തൂക്കമുള്ള ഒരു പെൺകുട്ടി ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ 700 കിലോ ഭാരമുള്ള കാർ തനിയെ ഉയർത്തതായും കേട്ടിട്ടുണ്ട്. എവിടെ നിന്നെന്നറിയുവാൻ പാടില്ലാത്ത ശക്തി അത്യാവശ്യ സമയങ്ങളിൽ മനുഷ്യന് ലഭിക്കുന്നു. മനുഷ്യനിലുണ്ടാകുന്ന അമാനുഷിക ശക്തിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ദൈവിക ചൈതന്യമാണതിന് കാരണമെന്ന് മനസ്സിലാവും. നമ്മുടെ കാര്യത്തിൽ ദൈവം തൽപരനാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാനസികമായും ശാരീരികമായും അസാധാരണ ശക്തി തരുമെന്ന് വിശ്വസിക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചോദിക്കണം. ആപത്തുകളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ നാം അന്താളിക്കരുത്. ആവശ്യമായ ശക്തി തക്ക സമയം ലഭിക്കും. പ്രതിസന്ധികളുടെ ശക്തി വർദ്ധിച്ചാൽ ദൈവം തരുന്ന ശക്തിയും അതിനനുസരണമായി വർദ്ധിച്ചതായിരിക്കും. ആപത്തുകാലത്ത് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.